സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകമൊരുക്കിയ യുദ്ധസ്മാരകത്തിൽ സന്ദീപ് വാര്യർ എംഎൽഎയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഓപ്പറേഷൻ കാർഗിൽ വിജയ ദിവസ് ആചരിച്ചത്. 2.5 പതിറ്റാണ്ട് മുൻപ് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്കുണ്ടായ വിജയത്തിളക്കത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റി കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ ദിവസ് ആചരണം നടത്തിയത്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത 8 ജവാന്മാരെ ചടങ്ങിൽ ആദരിച്ചു. സുബേദാർ ശശിധരൻ, സുബേദാർ മേജർ അനിൽകുമാർ, സുബേദാർ മേജർ ബിജു പി നായർ, നായബ് സുബേദാർ വത്സരാജ്, ഹവിൽദാർ പി തമ്പാൻ നായർ, പെറ്റി ഓഫീസർ MKP രാജേഷ്, ഹവിൽദാർ VV സന്തോഷ്, സുബേദാർ മേജർ ചെറിയാൻ എന്നിവരെയാണ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA ആദരിച്ചത്. 3 തവണ യുദ്ധമുഖത്ത് ഇന്ത്യൻ സൈന്യത്തിനൊപ്പം പോരാടിയ തന്റെ പിതാവിന്റെ ഓർമ്മ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പങ്കുവച്ചു. ഇന്ത്യൻ ആർമിയോടും ഇന്ത്യൻ ആം ഫോഴ്സിനോട് കടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ആം ഫോഴ്സസ് എന്ന് പറയുന്ന എന്റെ കുടുംബത്തിന്റെ ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ വർഷം ദ്രാസിൽ പോയിരുന്നു. അവിടുത്തെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ പോയി അവിടെ ആദരാഞ്ജലി അർപ്പിച്ചത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. സമയത്ത് 99-ൽ കാർഗിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഞാൻ നിങ്ങളെപ്പോലെ ഒരു കോളേജിൽ ചേർന്ന വിദ്യാർത്ഥിയാണ്. വളരെ ആശങ്കയോടും അതേസമയത്ത് അഭിമാനബോധത്തോടും കൂടിയിട്ടാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ നടന്നത്. ചടങ്ങിൽ സോൾജിയേഴ്സ് ഓഫ് KL-14 പ്രസിഡന്റ് E ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിജു പി നായർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബേരിച്ചേരി, സ്കൂൾ പ്രധാനാധ്യാപിക EK ബൈജ, PTA പ്രസിഡന്റ് UP ഷെരീഫ്, സോൾജിയേഴ്സ് ഓഫ് KL-14 അഡ്മിൻ ഷസിൻ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പായസ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.